ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ റെഡിയാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് വെച്ചുള്ളൊരു റെസിപ്പി നോക്കിയാലോ. നല്ല ക്രീമി ബ്രക്കോളി ചിക്കൻ മഷ്റൂം ഓട്സ് ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഫിറേൻ്റെ ഓട്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത ബ്രക്കോളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത കുറച്ച് ഗാർലിക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റ് പെപ്പർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ കുറച്ച് മഷ്റൂംസ് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂംസ് അധികം കുക്കായി പോവരുത്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് 1 കപ്പ് ഫിറ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോക്കനട്ട് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 കപ്പ് കോക്കനട്ട് മിൽക്ക് ചേർത്ത് ഒന്ന് തിക്കാകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 15 ആൽമണ്ട്സ് സ്കിന്ന് റിമൂവ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ച ബ്രക്കോളി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഓട്സിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ലൂസാക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂമിൻ്റെയും ചിക്കൻ്റെയും മിക്സ് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, തിളച്ചു പോകരുത്. കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പാഴ്സി ലീവ്സ് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്രീമി ബ്രക്കോളി ചിക്കൻ മഷ്റൂം ഓട്സ് ഇവിടെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ആൽമണ്ട്സും കോക്കനട്ട് മിൽക്കൊക്കെ ചേർത്ത് റെഡിയാക്കിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്. ഓട്സ് വെച്ച് ഇങ്ങനെ റെഡിയാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓട്സ് ഇഷ്ടപ്പെടാത്തവർക്കും ഇതിൽ മഷ്റൂംസും ബ്രക്കോളിയും ചിക്കനും ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് ഇഷ്ടപ്പെടും. ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.